ഈ സഞ്ജുവിലേക്ക് എത്തിയത് എങ്ങനെയാണ്? സഞ്ജു ഇവിടെ എത്തിയത് മലയാള സിനിമയിൽ ഞങ്ങൾ ആസീസ്കാരുടെ കൂടെ നിന്നെ കയറ്റി നിർത്താം, എന്നിട്ട് നീ പിന്നെ എല്ലാ സ്ഥലത്തും പോയി എന്റെ കൂടെ ജോലി ചെയ്യുന്ന അങ്ങനെയായിരുന്നു സിനിമയിലെ കഥാപാത്രം. പിന്നെ അസീസ്കാരുടെ കൂടെ നടന്ന ആള് എന്റെ കൂടെ നടക്കുന്നുണ്ട്, എന്റെ അച്ഛന്റെ കൂടെ നടക്കുന്നുണ്ട്, വീട്ടിൽ വരും, എല്ലാ സീനിലും കാണുന്നുണ്ട്. അപ്പൊ ഞാൻ ഇയാള് എന്ത് കഥാപാത്രമാണിത്? ട്രെയിനിൽ പോയ ഒരു സീനിൽ ഞാനിത് കരയുമ്പോ ചില നമുക്ക് ഇഷ്ടപ്പെടുന്ന പടങ്ങൾ ചിലപ്പം ഭയങ്കര ആൾക്കാർ അറിയാതെ പോകുന്ന പടങ്ങൾ ഇഷ്ടംപോലുണ്ട്. പക്ഷെ സിനിമ ചിലപ്പോൾ സ്വീകരിക്കപ്പെടാതെ വരും. പക്ഷെ നമ്മൾ അടുത്ത അവസരങ്ങൾക്കും അല്ലെങ്കിൽ അടുത്ത വിജയത്തിനുമായിട്ട് നമ്മൾ ട്രൈ ചെയ്യാം. 9ാം ക്ലാസ്സിൽ തോറ്റുന്ന 9ാം ക്ലാസ്സിൽ പഠിത്തം നിർത്താൻ പാടില്ലല്ലോ. ശരിക്കും വേറെ സിനിമകൾ കാണണം. കറന്റ് സിനാരിയോ എന്താണെന്നുള്ള മനസ്സിലാക്കണം. അച്ഛൻ്റെ കൂടെ കാലത്ത് പടം തന്നെ സ്ക്രീൻ ഷെയർ ചെയ്യാന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യം, എല്ലാവർക്കും കിട്ടില്ല. വെറുതെ നിരീക്ഷിച്ചാൽ മാത്രം മതി എന്ന് എനിക്ക് തോന്നുന്നു. ഇവരൊക്കെ വല്ലതും അഡ്വൈസ് ഒക്കെ തന്നെ നമ്മൾ പേടിച്ചു പോകും. ഇതൊക്കെ പേടിച്ചോ? ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്ക് സായി ചേട്ടന്റെ കണ്ണിൽ നോക്കാൻ പറ്റിയില്ല. അത് ഭയങ്കര പേടിയായി, സത്യസന്ധമായിട്ട് ഞാൻ ഭയങ്കര പേടി. അപ്പൊ സായി ചേട്ടൻ വന്നിട്ട് എന്താടാ പറ്റിയത്? നമ്മളെ ഒന്നുമില്ല. എന്നിട്ട് പോലും സായി ചേട്ടൻ്റെ അടുത്ത് ഞാൻ ആയിരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കും. കല്ലൂർ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സായി ചേട്ടൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ടെങ്കിലും സായി ചേട്ടൻ്റെ കണ്ണ് കല്ലൂരായിരിക്കും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണ കാണാൻ. അവിടെ വന്നു കഴിഞ്ഞപ്പം അച്ഛനമ്മയല്ലല്ലോ കഥാപാത്രങ്ങളെ കാണും. അത് സിനിമ കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് സംസാരിക്കുമല്ലോ, നമ്മൾ ചെയ്തത് എങ്ങനെയുണ്ട്, അച്ഛൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, അമ്മയുടെ അടുത്ത് ചോദിക്കാറുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. അവിടെ ഇനി റൂമിനകത്ത് വെച്ച് എന്തെങ്കിലും അടി കിടക്കും അങ്ങനെയല്ലല്ലോ. അങ്ങനെയാണോ പറഞ്ഞത്?